സ്വന്തം തലയെറുക്കാൻ പോകുന്ന കത്തിക്ക് ആരെങ്കിലും സ്വയം മൂർച്ച കൂട്ടിക്കൊടുക്കുമോ? കേൾക്കുമ്പോ വിഡിത്തം എന്നൊക്കെ തോന്നാം. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് സഖാക്കൾ ഒരുമിച്ച് സ്വന്തം ശവക്കുഴി തോണ്ടിയ ഒരു വലിയ ചതിയുടെ കഥ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചിത്രം വൈറലാവുകയാണ്. ഇറാൻ എന്ന ഇസ്ലാമിക ഏകാധിപത്യ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സൈബർ സഖാക്കളും കണ്ണീരൊഴുകുകയാണ്. സങ്കടം സഹിക്കവയ്യാതെ പോസ്റ്റുകൾ ഇടുന്നു. അമേരിക്കൻ വിരുദ്ധത എന്നൊരൊറ്റ ലേബലിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ആ മത ഏകാധിപത്യത്തെ നെഞ്ചേറ്റുമ്പോൾ അവർ മറന്നു പോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന ചോര മരവിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇറാനിലെ തെരുവുകളിൽ ഖമേനിയുടെ ഗുണ്ടകൾ വേട്ടയാടിക്കൊന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ നിലവിളി ഇവിടുത്തെ വിപ്ലവകാരികൾ കേൾക്കുന്നില്ലേ? 1979 ഇറാനിൽ സംഭവിച്ചത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയായിരുന്നു. കൂടെ നിന്ന് പോരാടിയവന്റെ നെഞ്ചിൽ തന്നെ കത്തിയിറക്കിയ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരത. കേരളത്തിലെ പിണറായി വിജയനും LDF സർക്കാരും എന്തിനാണ് ഈ ഘാതകരെ വെള്ളപൂശുന്നത്? മറ്റൊന്നുമല്ല, വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം പ്രത്യയശാസ്ത്രത്തെ ഒറ്റിക്കൊടുക്കുന്ന ഈ നീലക്കുറുക്കൻ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. ഇറാനിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് സംഭവിച്ചു? അവിടെ എങ്ങനെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇന്ന് നാമാവശേഷമായത്? ഈ ചതിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്ന് കാണുന്ന ഇറാനല്ല 1970-കളിൽ ഉണ്ടായിരുന്നത്. ഷാ മുഹമ്മദ് റസ പെഹ്ലവിയുടെ ഭരണകാലത്ത് ഇറാൻ ഒരു ആധുനിക പാശ്ചാത്യ രാജ്യത്തിന് സമാനമായിരുന്നു. സ്ത്രീകൾ മിനി സ്കേർട്ട് ധരിച്ച് നടന്നു. സർവകലാശാലകളിൽ പെൺകുട്ടികൾ പുരുഷന്മാരോടൊപ്പം തുല്യമായി പഠിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യങ്ങളിലൊന്നുമായിരുന്നു അന്ന് ഇറാൻ. പക്ഷെ ആ വികസനത്തിന് പിന്നിൽ അടിച്ചമർത്തലുകളും ഉണ്ടായിരുന്നു. സമ്പത്ത് കുറച്ചുപേരിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഷായുടെ രഹസ്യ പോലീസായ സവാക്ക് ജനങ്ങളെ ദ്രോഹിച്ചു. ഇതോടെയാണ് കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒരുമിച്ച് ഷായ്ക്കെതിരെ കൈകോർത്തത്. ഇറാനിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടുഡേ പാർട്ടി അന്ന് കരുത്തുറ്റ പ്രസ്ഥാനമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച പാർട്ടി. അവരോടൊപ്പം ഫദായിൻ എന്ന ഇടതുപക്ഷ ഗറില്ല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ഷായെ പുറത്താക്കാൻ ഇവർ കണ്ടുപിടിച്ച മാർഗം എന്തായിരുന്നു എന്ന് അറിയാമോ? പാരീസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആയത്തുള്ള ഖൊമേനിയെ ഇറാനിലെത്തിച്ച് ഒരു വിപ്ലവം നടത്തുക. ഇന്ന് കേരളത്തിലെ നേതാക്കൾ ഖൊമേനിയെയും ഒക്കെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ അന്നത്തെ ആ ചരിത്രം ഒന്ന് ഓർത്തു പോകണം. പാരീസിലെ നൗഫൽ ലെ ഷാറ്റോ എന്ന ഗ്രാമത്തിലിരുന്ന് ഖൊമേനി ഇറാനിലെ ഇടതുപക്ഷക്കാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? മത നേതാക്കൾ ഭരിക്കില്ല, ജനാധിപത്യം വരും, പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതിയും വെള്ളവും നൽകും, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെ അഴിമതിക്കും ചൂഷണത്തിനുമെതിരെ ഘോരഘോരം പ്രസംഗിച്ച ഖൊമേനിയെ കമ്മ്യൂണിസ്റ്റുകൾ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായി കണ്ടു. ഞാനിത് സർക്കാസം പറഞ്ഞതാണ് കേട്ടോ, നിങ്ങളത് സീരിയസ് ആയി കാണരുത്. എന്നാലും അവർ വിചാരിച്ചത് ഷായെ പുറത്താക്കാൻ ഖൊമേനി ഒരു കരുവാക്കാം, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് പങ്കിടാമെന്നാണ്. പക്ഷെ അവർക്ക് തെറ്റി. അവർ തോളിലേറ്റിയത് തങ്ങളെ തന്നെ തിന്നു തീർക്കാൻ പോകുന്ന ഒരു വ്യാഘ്രതയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇത്തൽ കണ്ണിയായിരുന്നു. 1979 ഫെബ്രുവരി 1 ഖൊമേനി വിമാനം ഇറങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വീകരിച്ചത്. അതിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഉണ്ടായിരുന്നു. ഇറാനിൽ പുതിയ സൂര്യോദയം എന്ന് അവർ പാടി പുകഴ്ത്തി നടന്നു. പക്ഷേ അത് ഇറാനിലെ മതേതരത്വത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും അന്ത്യത്തിന്റെ തുടക്കമായിരുന്നു. അധികാരം കയ്യിൽ കിട്ടിയ നിമിഷം തന്നെ ഖൊമേനി തന്റെ തനി നിറം പുറത്തെടുത്തു. ആദ്യം ചെയ്തത് ഷായുടെ ഉദ്യോഗസ്ഥരെ കൊന്നൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ നേരെ തിരിഞ്ഞത് കൂടെ നിന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയാണ്. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ബംഗ്ലാദേശിലെ ജമാഅത്തിക്ക് സംഭവിച്ചത്. വിപ്ലവത്തിന് തോളോട് തോൾ ചേർന്ന സഖാക്കളെ ഖൊമേനിയുടെ ഇസ്ലാമിസ്റ്റ് റവല്യൂഷണറി ഗാർഡ് തെരുവിലിട്ട് വേട്ടയാടി. ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് മുദ്രകുത്തി ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ജയിലിലടച്ചു. വിചാരണ പോലുമില്ലാതെ അവരെ വെടിവെച്ച് കൊന്നു. കേരളത്തിലെ സഖാക്കൾ അറിയുന്നുണ്ടോ ആവോ? അന്ന് ഇറാനിലെ ഓരോ ക്യാമ്പസിലും കയറിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ലിസ്റ്റ് ഇടിവിച്ച് പോലീസിന് പിടിച്ചു കൊടുത്തത് ഖൊമേനിയുടെ വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. ഇന്നിവിടെ LDF സർക്കാർ മതമൗലികവാദികളുമായി നടത്തുന്ന രഹസ്യ കൂട്ടുകെട്ട് കാണുമ്പോൾ ഇറാനിലെ ആ പഴയ ദൃശ്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വേഷം മാറി വരുന്ന നീലക്കുറുക്കന്മാരെ തിരിച്ചറിയാൻ സഖാക്കൾക്ക് കഴിയുന്നില്ല. അവർക്ക് ആകെ വേണ്ടത് വോട്ട് മാത്രമല്ലേ, പ്രീണിപ്പിച്ചാൽ മതി എന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. ഇറാൻ വിപ്ലവത്തിന് ശേഷം സ്ത്രീകൾക്ക് നേരെ നടന്ന ക്രൂരതകൾ വിവരിക്കാൻ വാക്കുകളില്ല. വിപ്ലവം കഴിഞ്ഞ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ത്രീകൾക്ക് മേൽ ഹിജാബ് അടിച്ചേൽപ്പിച്ചു. മിനിസ്കർട്ട് ധരിച്ച സർവകലാശാലകളിൽ പോയിരുന്ന പെൺകുട്ടികളെ ചാട്ടവാറിനടിച്ചു. ഏറ്റവും പൈശാചികമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഖൊമേനി പുറപ്പെടുവിച്ചൊരു ഫത്വയുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കന്യകകളായ പെൺകുട്ടികളെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ജയിൽ അധികൃതർ നിർബന്ധപൂർവ്വം ബലാത്സംഗം ചെയ്യണം. കാരണം കന്യകകളായി മരിച്ചാൽ അവർ സ്വർഗത്ത് പോകും പോലും.
ഭരണകൂട ശത്രുക്കൾ സ്വർഗത്തിൽ പോകാൻ പാടില്ലത്രേ. വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം ആ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് അധികൃതർ ഒരു കത്തയക്കും. നിങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു. ഈ പരിഹാസം നിറഞ്ഞ സന്ദേശം. കൂടെ മഹർ എന്ന പേരിൽ കുറച്ച് പണവും. സ്വന്തം മകളെ ഭരണകൂടം ബലാത്സംഗം ചെയ്തു കൊന്നു എന്നറിഞ്ഞിട്ടും ഒന്ന് കരയാൻ പോലും കഴിയാത്ത മാതാപിതാക്കളുടെ വേദന കേരളത്തിലെ നവോത്ഥാന നായകർ കാണുന്നുണ്ടോ ആവോ? ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഏറ്റവും ഭീകരമായ അധ്യായം 1988-ലായിരുന്നു. രാഷ്ട്രീയ തടവുകാരെ ജയിലിലിട്ട് കൊല്ലാൻ ഖൊമേനി ഒരു ഡെത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു പിന്നീട് ഇറാന്റെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി. ജയിലിൽ കഴിയുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെയും വിളിച്ച് വിചാരണ ചെയ്യും. ചോദ്യം ലളിതമാണ്: നീ ഇപ്പോഴും മാർക്സിസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്, അതോ ഇസ്ലാമിക നിയമം അംഗീകരിക്കുമോ എന്ന്. മാർക്സിസം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് സഖാക്കളെയാണ് വെറും 5 മാസത്തിനുള്ളിൽ തൂക്കിലേറ്റിയത്. 5000-ത്തിലധികം പേർ അവരെ കൂട്ടുകുഴിമാടങ്ങളിൽ അടക്കി. അവരുടെ കുടുംബങ്ങൾക്ക് മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല. ഇത്രയും വലിയൊരു വംശഹത്യക്ക് നേതൃത്വം നൽകിയ ഒരു ഭരണകൂടത്തെയാണ് ഇന്ന് കേരളത്തിലെ ചില നേതാക്കൾ വിപ്ലവ വീര്യം പറഞ്ഞ് പുകഴ്ത്തുന്നത്. എത്ര വലിയ വൈരുദ്ധ്യമാണിത്! ഇറാനിലെ ആ ചതിയുടെ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഇന്ന് മതമൗലികവാദ സംഘടനകളോട് കാട്ടുന്ന മൃദുസമീപനം അപകടകരമാണ്. വോട്ട് ബാങ്കിന് വേണ്ടി ആരെയും കൂട്ടുപിടിക്കാൻ മടിക്കാത്തൊരവസ്ഥ. ഇറാനിൽ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്ത അതേ മണ്ടത്തരമാണ് ഇവിടെയും സംഭവിക്കുന്നത്. അമേരിക്കയെ എതിർക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു മത ഏകാധിപത്യത്തെ അനുകൂലിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത മതേതര ബോധത്തെ കുഴിച്ചുമൂടി മതപ്രീണനത്തിന് പിന്നാലെ പോകുന്ന ഈ ശൈലി കമ്മ്യൂണിസത്തിന് ചേർന്നതാണോ? നിങ്ങൾക്ക് അന്തസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നറിയാം. ഇറാനിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് സഖാക്കളുടെ ആത്മാക്കൾ കേരളത്തിലെ സഖാക്കളോട് ചോദിക്കുന്നുണ്ട്: ഞങ്ങളെ കൊന്നവരെയാണോ നിങ്ങൾ വാഴ്ത്തുന്നത് എന്ന്. നീലക്കുറുക്കന്മാരെ തിരിച്ചറിയുക. അവർ വേഷം മാറി വരും. സോഷ്യലിസവും പുരോഗമനവും പറയും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആദ്യം വെട്ടുന്നത് കൂടെ നിന്നവന്റെ തലയായിരിക്കും, ബംഗ്ലാദേശിലെ പോലെ. ഇറാൻ വിപ്ലവം നമുക്ക് നൽകുന്ന പാഠം വ്യക്തമാണ്. ജനാധിപത്യമില്ലാത്ത മതമൗലികവാദം ഭരിക്കുന്ന ഒരിടത്തും കമ്മ്യൂണിസത്തിനോ പുരോഗമന ആശയങ്ങൾക്കോ നിലനിൽപ്പില്ല. ഇറാനിലെ സഖാക്കൾ തങ്ങൾ അറുക്കപ്പെടാൻ പോകുന്ന കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊടുത്തു എന്ന പരിഹാസം ഇന്നും ചരിത്രത്തിൽ ബാക്കിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അത്തരമൊരു വിനാശകരമായ പാതയിലാണ്. വിദേശത്തെ കൊലയാളി ഭരണാധികാരികൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുമ്പോൾ സ്വന്തം പ്രസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഓരോ അണിയും ചിന്തിക്കണം. മതമൗലികവാദത്തോടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാത്ത പക്ഷം ഇറാനിലെ സഖാക്കളുടെ അന്ത്യം ഇവിടെയും ആവർത്തിക്കപ്പെടാം. ചരിത്രം ഒരിക്കൽ ദുരന്തമായും പിന്നീട് പരിഹാസ്യമായും ആവർത്തിക്കും. ഇത് മാർക്സ് പറഞ്ഞതാണ്. എത്ര ശരിയാണല്ലേ? എന്തായാലും കേരളം ഒരു രാജ്യമായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇതേ അവസ്ഥയിൽ എത്തിയേനെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.